ക്ലോഡിൻ്റെ സഹായത്തോടെ എക്സൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. സഹായത്തോടെ എന്ന് പറയുമ്പോൾ ക്ലോഡിന് നമ്മൾ നമ്മുടെ വർക്ക് ബുക്ക് വിട്ടുകൊടുക്കുകയാണ്. ക്ലോഡ് അവിടെ ഫോർമുലകൾ എഴുതും, ആവശ്യമെങ്കിൽ വർക്ക് ഷീറ്റുകൾ ആഡ് ചെയ്യും. ഇനി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിവറ്റ് ടേബിൾസും ചാർട്ടുകളും ക്രിയേറ്റ് ചെയ്യും. അതായത് നമ്മളായിട്ട് ഫോർമുലകളോ എക്സൽ ടൂളുകളോ ഒന്നും ഉപയോഗിക്കില്ല. പൂർണ്ണമായിട്ടും നിർദ്ദേശങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ഒരു നെക്സ്റ്റ് ലെവൽ പരിപാടി. 2026 ഏപ്രിൽ മാസം കേരളത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടാണിത്. കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു വന്ന MLA-മാരുടെ പേരുകൾ ഇവിടെ കാണാം. ഇനി ഈ ടേബിളിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണുള്ളത് നോക്കാം. മണ്ഡലത്തിൻ്റെ പേര്, ജില്ലയുടെ പേര്, MLA-യുടെ പേര്, ജെൻഡർ, പാർട്ടി, മുന്നണി, ഓരോ ആൾ നേടിയ വോട്ടുകളുടെ എണ്ണം, ഭൂരിപക്ഷം, ആകെ പോൾ ചെയ്ത വോട്ടുകൾ. ഇനി അടുത്ത ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട് 10 ചോദ്യങ്ങൾ കാണാം. ഓരോ മുന്നണിക്കും എത്ര സീറ്റ് വീതം ലഭിച്ചു, ഓരോ പാർട്ടിക്കും എത്ര സീറ്റ് വീതം ലഭിച്ചു, വനിതാ പുരുഷ MLA-മാരുടെ എണ്ണം, അങ്ങനെ 10 ചോദ്യങ്ങൾ. ഇതിനു മുമ്പൊരു വീഡിയോയിൽ ഈ 10 ചോദ്യങ്ങളും പിവറ്റ് ടേബിൾ ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്തിരുന്നു. ഇത്തവണ പൂർണ്ണമായിട്ടും ക്ലോഡിൻ്റെ സഹായത്തോടുകൂടിയാണ് ഈ ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുക. അതായത് ഞാനിവിടെ ഫോർമുലയോ പിവറ്റ് ടേബിളോ ഒന്നും ക്രിയേറ്റ് ചെയ്യില്ല. ഈ ചോദ്യങ്ങൾ സോൾവ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് ക്ലോഡിന് കൊടുക്കും. ക്ലോഡ് എങ്ങനെയാണത് കൈകാര്യം ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ഈ വർക്ക് ബുക്കിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യണം. ഫയൽ, സേവ് ആസ്, ബ്രൗസ്. ഈ വർക്ക് ബുക്ക് മറ്റൊരു പേരിൽ സേവ് ചെയ്യുന്നു. സേവ്. ആവശ്യമില്ലാത്ത ഷീറ്റുകൾ ഡിലീറ്റ് ചെയ്യുന്നു. നോക്കുക, ഈ വർക്ക് ബുക്കിൽ ഇപ്പോൾ 2 ഷീറ്റുകളാണുള്ളത്. ഒന്ന് ഡേറ്റയുള്ള ഷീറ്റ്, രണ്ടാമത്തെ ഷീറ്റിൽ സോൾവ് ചെയ്യേണ്ടുന്ന ചോദ്യങ്ങൾ. അടുത്തതായിട്ട് ക്ലോഡ് ഫോർ എക്സൽ എന്ന ആഡിൻ എക്സൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസേർട്ട്, ആഡിൻസ്, ക്ലോഡ് ബൈ ആന്ത്രോപിക് ഫോർ എക്സൽ, ആഡ്. ശ്രദ്ധിക്കുക, ക്ലോഡിൻ്റെ പ്രോ വേർഷൻ ഉപയോഗിക്കുന്നവർക്കാണ് ഈ ആഡിൻ എക്സലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുക. ഇനി ഇവിടെ നമ്മളുടെ ആവശ്യം ടൈപ്പ് ചെയ്യുക. ഈ വർക്ക് ബുക്കിലെ ഡേറ്റ അനലൈസ് ചെയ്ത് ഈ 10 ചോദ്യങ്ങൾ സോൾവ് ചെയ്യാനുള്ള പ്രോംപ്റ്റാണിത്. ഓരോ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു സെപ്പറേറ്റ് ഷീറ്റിൽ ആഡ് ചെയ്യുക. ഒറിജിനൽ ഡേറ്റ അതുപോലെ തന്നെ നിലനിർത്തുക. ക്ലോഡ് റിസൾട്ടിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഫോർമുലകൾ അവിടെ ഉണ്ടാവണം. അതുപോലെ തന്നെ ഓരോ ഉത്തരവും സോർട്ട് ചെയ്ത ഹെഡേഴ്സ് ഉള്ളൊരു ക്ലീൻ ടേബിളിൽ അറേഞ്ച് ചെയ്യുക. റിസൾട്ട് നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് കൗണ്ട്സും ടോട്ടൽസും ഡബിൾ ചെക്ക് ചെയ്യുക. ഇനി ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളുടെ വർക്ക് ഷീറ്റിൽ മാറ്റങ്ങൾ വരുത്താനുള്ള പെർമിഷൻ ചോദിക്കുകയാണ് ക്ലോഡ്. അതായത് വർക്ക് ഷീറ്റ് ആഡ് ചെയ്യാനും ഫോർമുല എഴുതാനുമുള്ള പെർമിഷൻ. ഓൾവേസ് അലോ. നോക്കുക, ഇവിടെ വർക്ക് ഷീറ്റ് ആഡ് ചെയ്യപ്പെട്ടത് കാണാം. നോക്കുക, 10 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായെന്നാണ് ക്ലോഡ് പറയുന്നത്. ഇവിടെ 10 വർക്ക്ഷീറ്റുകൾ ആഡ് ചെയ്യപ്പെട്ട കാണാം. ആദ്യത്തേത് ഓരോ മുന്നണിക്കും എത്ര സീറ്റ് വീതം ലഭിച്ചു. UDF 102, LDF 35, NDA 3. ഓരോ പാർട്ടിക്കും എത്ര സീറ്റ് വീതം ലഭിച്ചു എന്നുള്ള ഇവിടെ കാണാം. അടുത്ത ഷീറ്റിൽ വനിതാ പുരുഷ MLA-മാരുടെ എണ്ണം, ഓരോ ജില്ലയിലും ഓരോ മുന്നണിക്കും എത്ര സീറ്റ് വീതം ലഭിച്ചു. അടുത്തതിൽ ഓരോ ജില്ലയിലും ഓരോ പാർട്ടിക്കും എത്ര സീറ്റ് വീതം ലഭിച്ചു. ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച MLA-മാരുടെ ലിസ്റ്റ്, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച MLA-മാരുടെ ലിസ്റ്റ്, ഏറ്റവും കുറവ് ഭൂരിപക്ഷം ലഭിച്ച MLA-മാരുടെ ലിസ്റ്റ്, ഓരോ ജില്ലയിലെയും ആവറേജ് വിന്നിംഗ് മാർജിൻ, ഓരോ പാർട്ടിക്കും ലഭിച്ച ശരാശരി ഭൂരിപക്ഷം. അതായത് നമ്മുടെ 10 ചോദ്യങ്ങളും ക്ലോഡ് സോൾവ് ചെയ്തു.
ഇനി ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ ഉപയോഗിച്ച ഫോമുലകളെ കുറിച്ച് അറിയണമെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷനും നമുക്ക് ക്ലോഡിനോട് ചോദിക്കാവുന്നതാണ്. മറ്റൊരു ഓഫീസ് ടിപ്പായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.